ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായിയാണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക അല്ലെങ്കിൽ മനുഭായ് എന്നാണ്. ഝാൻസിയിലെ രാജാവായിരുന്ന രാജാ ഗംഗാധർ റാവുവിൻ്റെ രാജ്ഞിയാണ് റാണി ലക്ഷ്മിബായി. 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവം ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായിയാണ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂഗ്രോസ്. ഗോളിയോറിൽ വെച്ചാണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. വിശ്വചരിത്ര അവലോകനം എന്ന കൃതിയിൽ. ഝാൻസി റാണിയുടെ കുതിരകളാണ് ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ബാദലാണ്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരിയാണ് ഝാൻസി റാണി. ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം 1858 ജൂൺ 18. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോറിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായിട്ട് അവരോധിച്ച വ്യക്തിയാണ് ബർജിസ് ഖോദർ. ബ്രിട്ടീഷുകാർ നാടുകടത്തപ്പെട്ട നവാബ് വാജിദ് അലി ഷായുടെ മകനാണ് ബർജിസ് ഖോദർ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാദിർ ഷായാണ്. കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ. ഇന്ത്യയിലെ എല്ലായിടത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗം കലാപത്തിൽ സഹകരിച്ചില്ല. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, വൻകിട കച്ചവടക്കാർ എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല. കലാപത്തിന് കൃത്യമായ ഒരാസൂത്രണം ഉണ്ടായിരുന്നില്ല. കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കലാപത്തിൻ്റെ പരാജയത്തിന് കാരണമായി. 1857 വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലത വഡേദാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷ്ഫഖ് ഉല്ലാ ഖാൻ. വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. ഇതിൻ്റെ മറ്റൊരു പേര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നാണ്. 1858 വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സൺ പ്രഭു ആണ്. വിപ്ലവത്തിനു ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമം 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. ഇനി എന്താണ് ലക്നൌവിൻ്റെ ആശ്വാസം എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്.